ഇ-കൊമേഴ്സിൽ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമർ സൈഡിലൊരു സംശയമുണ്ട്, ഞാൻ കാശ് ഇട്ടിട്ട് ഈ സാധനം വന്നില്ലെങ്കിലോ എന്നുള്ളൊരു സംശയമുണ്ട്. ഒരു ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ളൊരു സാധനം എപ്പോഴും നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറച്ചുകൂടി ജനകീയമാക്കാനായിട്ടൊരു സാധനമാണ്. ഇതിൻ്റെ നെഗറ്റീവ് ഭാഗം സെല്ലർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഒരു റിട്ടേൺസ് നമ്മൾ പ്രതീക്ഷിക്കണം. പലപ്പോഴും സാധനം ആവശ്യമാണെങ്കിൽ കൂടെ ആ സമയത്ത് അവിടെ എത്തുമ്പോൾ അവരുടെ കയ്യിൽ കാശില്ലാണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരുടെ ലേറ്റായി പോവാം. നമ്മൾ സാധനത്തിനെക്കാട്ടും മുമ്പ് അവർ മാർക്കറ്റിൽ പോയിട്ട് സാധനം മേടിച്ചിരിക്കും, അങ്ങനെയും വരാം. പലപ്പോഴും ടെക്നിക്കൽ ഇഷ്യൂസ് വരാറുണ്ട്. ഈ സാധനം അവിടെ ചെല്ലുമ്പോൾ ചിലപ്പം ഒന്നില്ലെങ്കിൽ കസ്റ്റമറുടെ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ സാധനം കൊണ്ടുപോയ ആളുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു റിട്ടേൺസ് ഉണ്ടാവും. ആ ഒരു റിട്ടേൺസ് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി സെയിൽസ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറച്ചുകൂടി ജനകീയമാക്കാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യണമെങ്കിൽ 2 ഓപ്ഷൻസ് നിങ്ങൾക്കുള്ളൂ. ഒന്നെങ്കിൽ മാർക്കറ്റ് പ്ലേസ്, ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ത്രൂ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തമായിട്ട് വെബ്സൈറ്റിൽ ഇന്ത്യ പോസ്റ്റ് പോലത്തെ ആൾക്കാരുടെ ക്യാഷ് ഓൺ ഡെലിവറി സർവീസസ് നമ്മൾ യൂസ് ചെയ്യണം, വിച്ച് ഈസ് നൗ. ഞാൻ കുറച്ച് കാലം US-ലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ പറയുകയാണെങ്കിൽ ആ ഒരു ലെവലിൽ എത്തിയില്ലെങ്കിൽ കൂടെ അതിനോട് കിടപിടിക്കാവുന്ന ഒരു രീതിയിലേക്ക് ഇന്ത്യ പോസ്റ്റ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ചില സർക്കിളുകളായിട്ടുണ്ടാവില്ല, പക്ഷേ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന പല സർക്കിളുകളും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഐ ആം ഹാപ്പി. 95% ഇഷ്യൂസ് അവർ റിസോൾവ് ചെയ്ത് തരുന്നുണ്ട്.